നമസ്കാരം. ദിലീപിന്റെ കേസിലെ വിധി വരുന്ന ദിവസം 8-ാം തീയതി ഡ്രോൺ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വീടിന് കുറുകയും നെടുകയും ഒക്കെ തന്നെ റിപ്പോർട്ടർ ടിവിയും ഏഷ്യാനെറ്റ് ന്യൂസും ഒക്കെ ഡ്രോൺ പറത്തിക്കൊണ്ട് കാണിച്ച അഭ്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടു. തികച്ചും പ്രതിഷേധാർഹമായ കാര്യം തന്നെയാണ്. ഒരാളുടെ സ്വകാര്യതയിലേക്ക്, കാരണം വീട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വകാര്യതയാണ്, സ്വകാര്യ ഭവനമാണ്, ഒരു പൊതു ഇടമല്ല, ഒരു ലോഡ്ജോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു മൈതാനമോ അല്ല. അയാളുടെ വീട്ടിൽ സ്ത്രീകളുണ്ടാകും, കുട്ടികളുണ്ടാകും, പ്രായമുള്ളവരുണ്ടാകും, ബന്ധുക്കളുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അപ്പം അവിടുത്തെ പുളുമുറിക്ക് മുകളിലും ഒക്കെ തന്നെ നേരത്തെ സിനിമാ പ്രവർത്തകനായ സജി നന്ദ്യാട്ട് ചോദിച്ചതുപോലെ, റിപ്പോർട്ടർ ടിവിയിൽ ഇരുന്ന് സ്മൃതി പരുത്തിക്കാട്ടിനോട് ചോദിച്ചതുപോലെ, നിങ്ങളുടെ ഡ്രോൺ തിരികെ വന്നു, ദിലീപിന്റെ അടുക്കളയിൽ ഉരുളക്കിഴങ്ങാണോ പപ്പടം കാച്ചുകയാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചോ എന്ന് പരിഹാസ രൂപേണ അദ്ദേഹം ചോദിച്ചിരുന്നു. അത് വലിയ തോതിൽ വൈറലാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആ ചോദ്യം. സ്മൃതി, നിങ്ങളുടെ ഡ്രോൺ എവിടെയാണെന്ന് വെച്ചു. ഇപ്പോൾ ഈ ഡ്രോൺ അനധികൃതമായി അനുവാദമില്ലാതെ ഡ്രോൺ ഉപയോഗിച്ച് വീട്ടിലെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം പകർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിന്റെ സഹോദരി ജയലക്ഷ്മി ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അവർ പരാതി നൽകിയത്. തീർച്ചയായിട്ടും അത് വേണ്ടത് തന്നെയാണ്, ഏത് മാധ്യമമായാലും. ഇപ്പൊ DNA ന്യൂസ് ആയാലും ഞങ്ങളും ഡ്രോണുമായിട്ട് ആരുടെയെങ്കിലും ഒക്കെ വീട്ടിൽ ചെന്ന വീട്ടിലെ ദൃശ്യങ്ങളും ഒക്കെ പകർത്തി അങ്ങനെ തോന്നിയാസം കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കെതിരെ നടപടി എടുക്കണം. കാരണം കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്, പോക്കൃത്തരമാണ്. വലിയ ആളാവാൻ വേണ്ടി, അത് വാർത്ത മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി, തങ്ങളാണ് ആദ്യം ഈ ദൃശ്യം കാണിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് റിപ്പോർട്ടർ ടിവിയും ഏഷ്യാനെറ്റ് ന്യൂസും ഒക്കെ ഈ ഒരു തറവേല കാണിച്ചത് എന്ന് പറയാതെ യാതൊരു നിർവാഹവുമില്ല. അപ്പം ദിലീപിന്റെ സഹോദരിയാണ് ഈ വിഷയത്തിൽ പരാതി കൊടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അവരുടെ പേര് ജയലക്ഷ്മി എന്നാണ്. ഡ്രോൺ ഉപയോഗിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സ്വകാര്യത ലംഘിച്ചു. ചെറിയ കുട്ടികളുണ്ട്. മാധ്യമങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ദിലീപിന്റെ സഹോദരി സബിത എന്നാണ് അവരെ വിളിക്കുന്നത്, ജയലക്ഷ്മി എന്നാണ് പേര്. അവർ പരാതി നൽകിയത്. അതായത് ഡിസംബർ 8-ന് ആലുവയിലെ പത്മസരോവരം എന്ന വസതിയിൽ അതിക്രമിച്ചു കയറി ഡ്രോൺ ഉപയോഗിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെയുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു എന്നതാണ് സബിതയുടെ പ്രധാന പരാതി. നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പറയുന്ന ദിവസം ദിലീപ് വീട് വിട്ട് കോടതിയിലേക്ക് പോകുന്നതും തിരികെ വീട്ടിലേക്ക് വരുന്നതുമായ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ചു. അത് സ്വകാര്യതയുടെ നഗ്നമായ ലംഘനമാണ്, അല്ലെങ്കിൽ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ സ്ത്രീ പരാതി നൽകിയിരിക്കുന്നത്. വിഷയം 8-12, ഇതാണ് പരാതിയുടെ രൂപം. 8-12-2025 റിപ്പോർട്ടർ ടിവിയും ഏഷ്യാനെറ്റ് ന്യൂസും ഞങ്ങളുടെ സ്വകാര്യ വസതിക്ക് മുകളിൽ നിയമവിരുദ്ധമായും അനുമതിയില്ലാതെയും ഡ്രോൺ നിരീക്ഷണം നടത്തിയതിനെതിരെയുള്ള പരാതി. ഞാൻ സിനിമാ നടൻ ദിലീപിന്റെ സഹോദരിയാണ്, അത് പറയുന്നുണ്ട്, കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, വീട്ടിലെ അംഗങ്ങളുടെ സമ്മതമോ മുൻകൂർ അനുമതിയോ കൂടാതെ ഡ്രോൺ പ്രവർത്തിപ്പിച്ചു. ഇത് ഞങ്ങളുടെ സ്വകാര്യതയുടെ നഗ്നമായ ലംഘനമാണ്. ഞങ്ങളുടെ വസതി ഒരു പൊതുസ്ഥലമല്ല. ഒരു സ്വകാര്യ താമസ സ്ഥലത്തിന് മുകളിൽ വ്യോമ നിരീക്ഷണം നടത്താൻ ഒരു മാധ്യമ സ്ഥാപനത്തിനും അധികാരമില്ല. ഡ്രോൺ നിരീക്ഷണം നടത്തിയ സമയവും രീതിയും പരിശോധിച്ചാൽ ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അതിക്രമിച്ചു കയറാനും വാണിജ്യ ലാഭത്തിനായി നിയമവിരുദ്ധമായ ദൃശ്യങ്ങൾ ശേഖരിച്ച് സംപ്രേഷണം ചെയ്യാനും ഈ രണ്ട് മാധ്യമങ്ങളും ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് ഭാരതീയ ന്യായ സംഹിത BNS 2023 പ്രകാരം സെക്ഷൻ 329 ക്രിമിനൽ അതിക്രമം, സെക്ഷൻ 351 ക്രിമിനൽ ഭീഷണി, സെക്ഷൻ 270 പൊതുജന ശല്യം എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ശക്തമായ നടപടി ഈ ഒരു വിഷയത്തിൽ അവരോട് വിശദീകരണം ചോദിച്ചുകൊണ്ട്, അവരുടെ മൊഴി എടുത്തുകൊണ്ട്, അവർ ഈ രണ്ട് മാധ്യമങ്ങളും ചെയ്ത കാര്യങ്ങൾ അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള നിയമ നടപടിയും പോലീസ് അന്വേഷണവും ഉണ്ടാകുക തന്നെ വേണം. അതാണ് സവിതയും, അതായത് ജയലക്ഷ്മിയും ആവശ്യപ്പെടുന്നത്. നടപടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.